സോ ലെറ്റ് സ്റ്റാർട്ട് ദ മേക്കപ്പ്. സോ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുക. സോ മേക്കപ്പ് നമ്മളുടെ മുടിയിലൊന്നും ആവാതെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ്. സോ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുന്നത് ആൻഡ് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സ്കിൻ പ്രെപ്പൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മൈ ഫൗണ്ടേഷൻ. സോ ഐ എം യൂസിങ് കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ദ ഷെയ്ഡ് 135N മീഡിയം. ഇതാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ അപ്രോപ്രിയേറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും. അത് ചൂസ് ചെയ്യുക നിങ്ങളുടെ അണ്ടർ ടോണൊക്കെ നോക്കിയിട്ട് ആൻഡ് സ്കിന്നിന് മാച്ച് ആവുന്ന രീതിക്ക്. സോ ദിസ് ഈസ് മൈ ഷെയ്ഡ്. സോ ഐ എം ഗോണ അപ്ലൈ ഇറ്റ്. സോ ഞാൻ ഈ ഷെയ്ഡൊക്കെ കണ്ടുപിടിച്ചത് കുറച്ച് ട്രിക്കിയാണ് ഗൈസ്. കാരണം എൻ്റെ സ്കിൻ ടോൺ ഞാൻ ആദ്യം വിചാരിച്ചു വാം അണ്ടർ ടോൺ ആണെന്ന്. ദെൻ ഐ കെയിം ടു റിയലൈസ് ദാറ്റ് mine is not warm, it's more of neutral shade എന്ന് മനസ്സിലായി. സി കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ കറക്റ്റ് എൻ്റെ സെക്കൻഡ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് വരുന്നത്. സോ അത് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ കൺസീലറാണ്. അതും കെ ബ്യൂട്ടിയുടെ തന്നെയാണ്. ഞാൻ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് 150N മീഡിയം ഷെയ്ഡാണ്. ഞാൻ എനിക്ക് അത്ര ഡാർക്ക് സർക്കിൾസ് ഇല്ല, ബട്ട് ഐ ഡോണ്ട് നോ വൈ ഐ ചൂസ് ദ ഷെയ്ഡ്, ബട്ട് ദെൻ ഐ റിയലൈസ്ഡ് ദിസ് ഈസ് ഓക്കെ ഫോർ മീ. സോ ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് കമ്മിങ് ഔട്ട്. സോ ഫൗണ്ടേഷൻ കൺസീലർ. എനിക്ക് അധികം ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ല, ടച്ച് വുഡ്. അതുകൊണ്ട് ഞാൻ അധികം അപ്ലൈ ചെയ്യുന്നില്ല. ആൻഡ് അറൗണ്ട് ദ മൗത്തും എനിക്ക് അത്ര പിഗ്മെൻറ്റേഷൻ ഇല്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ് ബിക്കോസ് ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്ന പല രീതിയിലാണ്. ഞാൻ ഫസ്റ്റ് ഒരു 2 minutes ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വെക്കും. ഐ ഡോണ്ട് നോ വൈ ഐ ആം ഡൂയിങ് ദാറ്റ്, ബട്ട് ദിസ് ഈസ് ദ വേ ഐ ആം ഡൂയിങ്. എന്നിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട്, കൈ ഈസ് ദ അടിപൊളി വെപ്പൺ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മേക്കപ്പിൽ. സോ കൈ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ സൈഡിലും ഓക്കെ. ഇനി ഞാൻ ജസ്റ്റ് സ്പഞ്ച്, ഇത് ഓൾറെഡി ലിറ്റിൽ എന്താ പറയുക വെറ്റാണ്, അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ഡ്യൂവി മേക്കപ്പ് ലുക്കാണ്. എൻ്റെ കുറച്ചും കൂടി നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. സോ ആ ഒരു രീതിക്കാണ് ഞാൻ മേക്കപ്പ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ആസ് ഐ സെഡ്, ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഫോർ ബിഗിനേഴ്സ് ഗൈസ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്യും ആക്ച്വലി. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാമിയോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഓക്കെ, കെ ബ്യൂട്ടീൻ്റെ. ഇറ്റ്സ് എ ഗുഡ് ഷെയ്ഡ്. ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടു, കാമിയോ എന്ന ഷെയ്ഡാണ് കെ ബ്യൂട്ടിയുടെ. ആൻഡ് ദെൻ ഞാൻ ഇനി ബ്ലഷ് ഇടാൻ പോവാണ്. ബ്ലഷും ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ തന്നെ ബ്ലഷാണ്. സ്വീറ്റ് ഹാർട്ട് പിങ്ക് എന്ന് പറഞ്ഞ ബ്ലഷാണത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് ബ്ലഷ് ഫോർ മൈ സ്കിൻ ഗൈസ്. സോ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. ചിരിക്കാം. ആൻഡ് ദെൻ ഐ ഹാവ് ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഗൈസ്. അപ്പോൾ ഞാൻ ബ്ലഷ് എത്ര ഇട്ടാലും എനിക്ക് മതിയാവില്ല. ഇപ്പോൾ നമ്മളൊരു ജോക്കറിൻ്റെ പോലെയൊക്കെ തോന്നും, പക്ഷേ അല്ല. അത് നമുക്ക് സെറ്റാക്കാം. കുറച്ചും കൂടി എടുക്കാൻ ചെയ്തോ മൂക്കിൽ പോലും.
I don't want to. Yeah. ഇപ്പോൾ പിങ്കി ഗ്ലോ കിട്ടി. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലെൻഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. ഓൾറെഡി ഇപ്പോൾ നല്ല അടിപൊളി ബ്ലെൻഡ് ആയിട്ടുണ്ട്. പറ്റിയ സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ബ്ലഷ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു ഇലുമിനേറ്റിംഗ് ലിക്വിഡ് ഹൈലൈറ്റർ ആണിത്, വിച്ച് ഇസ് മൈ ഫേവറേറ്റ് ഫ്രം ദ ഷെയ്ഡ് ഷാംപെയിൻ. ഷാംപെയിൻ എന്ന് പറഞ്ഞ ഷെയ്ഡിലാണ്. ആൻഡ് ഐ ലവ് ദിസ്. ഇതൊരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഗ്ലോ കൊണ്ട് തരും. ആൻഡ് ഗൈസ്, കുറേ പേര് ലിപ്സ്റ്റിക് ലാസ്റ്റാണ് ഇടാറ്. ഞാൻ ഇടയിൽ കയറി ഇട്ടുന്നുള്ളൂ. അപ്പോഴാണ് എനിക്ക് ആ മേക്കപ്പ് ഒരു എത്രത്തോളം സെറ്റായി എന്ന് മനസ്സിലാവുക. സോ ഇതിന് ആക്ച്വലി ഒരു പമ്പൊക്കെ ഉണ്ട്, പക്ഷെ പമ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സോ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ജസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഇടുക, എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഡാബ് ചെയ്യാം നമ്മളുടെ ബ്ലഷിൻ്റെ കൂടെ. സീ ഗൈസ്, ഒരു മെറ്റാലിക് ഫിനിഷാണ് ഇതിന്. You want to see the glow? നമുക്ക് ആവശ്യം ഗ്ലോ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വാരി തേക്കരുത്, കാരണം ഇറ്റ് വിൽ ഗിവ് യു പണി ഗൈസ്. പിന്നെ കുറച്ച് നമ്മൾ ചുണ്ടിൻ്റെ ഇവിടെ ഓക്കെ. സോ ദാറ്റ്സ് ദ മേക്കപ്പ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ആക്ച്വലി സി ഒരു ഗ്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് സൺ കിസ്ഡാണ്, ബട്ട് നോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇത് എത്ര അടിപൊളിയാണെന്ന്. ആക്ച്വലി ഇത് നമുക്ക് മറ്റേ കോൺടോറൊന്നും ചെയ്യേണ്ട, ഓൾറെഡി ഇതിടുമ്പോൾ തന്നെ ഒരു ഷേപ്പ് വരും. സോ ദാറ്റ്സ് ദ ഫൈനൽ ലുക്ക് ഗൈസ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് വേറെയും കൂടി മിക്സ് ചെയ്യാം, ബിക്കോസ് ദിസ് ലിപ്സ്റ്റിക് ഈസ് കൈൻഡ് വെരി സട്ടിൽ ലിപ്സ്റ്റിക്കാണ്. സോ ഐ ഹാവ് കെ ബ്യൂട്ടിൻ്റെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, വിച്ച് ഇസ് എ ഗുഡ് ഷെയ്ഡ്. കുറച്ച് ഡാർക്കാണ്. ഡാർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് ഗോ ഫോർ ദ ക്യാമിയോ. ഇത് ഞാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്നതാണേ. ആക്ച്വലി ഒരു അടിപൊളി ഷെയ്ഡാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ. കുറച്ചുകൂടി കോറൽ ഷെയ്ഡ് വരും, വിച്ച് ഐ ലൈക്ക്. സോ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ നമ്മുടെ മേക്കപ്പ് ലുക്ക് റെഡിയാണ്. So this is how I do my makeup. So I'll just show you. So നമ്മൾ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ നമ്മൾ ഫുൾ ഫ്ലോപ്പാണല്ലോ എൻ്റെ. I'll just come back. So this is my final look guys. See the glow, see the dewy finish. This is why I love K Beauty products, because എൻ്റെ സ്കിൻ എന്ന് പറയുമ്പം ഇറ്റ്സ് എ നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പാണ്, മോർ ഓഫ് നോർമൽ എന്ന് വേണമെങ്കിൽ പറയാം. സോ ആൻഡ് ദിസ് ഇസ് ഗ്ലോ ഗൈസ്, ഗ്ലോ ആണ് എനിക്ക് വേണ്ടത്. ആൻഡ് കുറേ പേർക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. സോ എൻ്റെ ഈ ടൈപ്പ് ഓഫ് മേക്കപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ദിസ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ്. വി ക്യാൻ ഡു വിത്ത് ലൈക്ക് ബ്ലാ ബ്ലാ ബ്ലാ, പെട്ടെന്ന് ചെയ്യാം. ആരെങ്കിലും ഇപ്പം പോവാന്നാണ് നമുക്ക് അപ്പം പോവാം, കാരണം ഇത് ഇടാൻ വലിയ സമയമൊന്നും വേണ്ട. ഇറ്റ്സ് ലൈക്ക് എ ക്വിക്ക് തിങ്കിന്. സോ എൻ്റെ മുടിയൊക്കെ ആകെ കൊളായിട്ട് കിടക്കുകയാണ് ഗൈസ്, ഇഗ്നോർ മീ, ബിക്കോസ് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല. And I just want to show you how I do my makeup, and I hope I've showed you in a proper way. എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ, I don't know if you might have, you can just text me or you can just put on the comments, whatever, I'll reply.
എനിക്കറിയില്ല അത്രയും റീച്ചൊക്കെ എനിക്ക് കിട്ടുമെന്ന്, ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് എവർ വീഡിയോ ഇൻ ദ യൂട്യൂബ്, സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ബി. സോ യാ, ദിസ് ഇസ് മൈ minimal beginner friendly makeup look, and thank you for watching.